നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് പരിശോധിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ 8ാം പ്രതിയും നടനുമായ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന ഉത്തരവിനെതിരെ നൽകിയ അപ്പീലാണ് അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ 8ാം പ്രതി ദിലീപ് കക്ഷിയല്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടോ മൊഴിപ്പകർപ്പോ ലഭിക്കുന്നതിനെ എതിർക്കാനാവില്ലെന്നാണ് അതിജീവിതയുടെ വാദം. വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നത് നിയമവിരുദ്ധമെന്നാണ് 8ാം പ്രതി ദിലീപിന്റെ വാദം. മെമ്മറി കാർഡിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് തീർപ്പാക്കി. ഇതേ ഹർജിയിൽ പുതിയ ആവശ്യങ്ങളുമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനാവില്ല. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ഉത്തരവിറക്കിയത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് 8ാം പ്രതി ദിലീപിന്റെ വാദം. കൊച്ചിയിലെ നടി ആക്രമിച്ച കേസിലെ 8ാം പ്രതിയുടെ ഹർജിയെ അതിജീവിതയുടെ അഭിഭാഷകൻ എതിർക്കും. വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ലെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. അന്വേഷണ റിപ്പോർട്ട് പോലെ തന്നെ റിപ്പോർട്ടിന് ആധാരമായ മൊഴികളും ലഭിക്കേണ്ടതും നിയമപരമായ അവകാശമാണെന്നാണ് അതിജീവിതയുടെ നിലപാട്. മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ചതിനെ എതിർക്കാൻ 8ാം പ്രതി ദിലീപിന് അവകാശമില്ല. മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിലെ നടപടിക്രമങ്ങളിൽ 8ാം പ്രതി കക്ഷിയല്ല. ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടോ മൊഴിപ്പകർപ്പോ ലഭിക്കുന്നതിനെ ദിലീപിന് എതിർക്കാനാവില്ലെന്നുമാണ് അതിജീവിതയുടെ വാദം. അപ്പീൽ വഴി ദിലീപിന്റെ താല്പര്യം എന്തെന്ന് വ്യക്തമാക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടും. അപ്പീൽ എതിർപ്പറിയിക്കാൻ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ ഹാജരാകും. ജസ്റ്റിസുമാരായ എൻ നഗരേഷ്, PM മനോജ് എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് 3 തവണ നിയമവിരുദ്ധമായി പരിശോധിച്ചിരുന്നു. ജഡ്ജ് ഹണി എം വർഗീസാണ് മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണം നടത്തിയത്. അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 2018 ജനുവരി 9 മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്ന് റിപ്പോർട്ട് പറയുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി 9:58 2018 ഡിസംബർ 13 മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്കാണ്. ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ്. രാത്രി 10:58 മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്തദാറിന്റേതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ശിരസ്തദാർ താജുദ്ദീന്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്തദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം അതിജീവിത തന്നെ രംഗത്തെത്തിയിരുന്നു. ഇത് അനീതിയും ഞെട്ടിക്കുന്നതും എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതായിരുന്നു. പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ്. ഈ കോടതിയിൽ എൻ്റെ സ്വകാര്യത നിലവിൽ സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ഏറെ ഭയപ്പെടുത്തുന്നതാണ് എന്നുമാണ് അതിജീവിത പറഞ്ഞത്.